ഗൈസ് വെൽക്കം ബാക്ക് ടു ആൻസി വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ എന്റെ ചേച്ചിന്റെ മോൾ ദേവഭദ്ര. പല്ല് പോലും തേച്ചിട്ടില്ല. പല്ല് തേക്കണ്ട നമുക്ക്. ഓക്കേ, നമ്മള് പല്ല് തേച്ചിട്ട് കാണാം. അപ്പൊ ഞാൻ നാട്ടിലേക്ക് 2 ദിവസം ലീവിന് പോയതാണ് കേട്ടോ. അപ്പൊ ചേച്ചിയും കുട്ടികളും പിന്നെ വന്നു, ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാവിലത്തെ ചെറിയ കാഴ്ചകളാണ്. അച്ഛൻ കടയിൽ പോകാനുള്ള തിരക്കിലാണ്, സാധനങ്ങളൊക്കെ മേടിക്കാൻ. ചേച്ചി അതേപോലെ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയിലാണ്. അമ്മയാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന തിരക്കാണ്. ചേച്ചിയാണ് പപ്പടം കാച്ചുമ്പോൾ അത് പൊങ്ങി എന്താ പറയുക ഇതായി വരില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് സങ്കടമായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ സാധാരണ വീട്ടിൽ എല്ലാവരും കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം കടന്നു പോണേന്നിട്ട് കാണിക്കുന്നത്. വലിയ സംഭവങ്ങളൊന്നും ഇല്ല. സാധാ നമ്മൾ രാവിലെ എണീക്കുന്നു, കുളിക്കാൻ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുളി നിർബന്ധമാണല്ലോ. ഇവിടെ നോക്കണം, ഇവിടെ എന്താ സാധനം നോക്ക്. നാട്ടിലാവുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തിട്ടുള്ള ഒരു കുളി. അപ്പം ഞാൻ ഇന്ന് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. നല്ല കുഞ്ഞി വിരലുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ അവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു പ്രായമായി നമുക്ക് ചെയ്തു തരാം. ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ നമുക്ക് ഓരോന്ന് ചെയ്തു തരണമൊക്കെ ആഗ്രഹിച്ചിട്ട്. ഇപ്പം അവരാരും പ്രായമായിട്ടുണ്ട്. ഇപ്പം നല്ല രീതിക്ക് അവർക്ക് അറിയാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് മസാജ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ തന്നെ കുളിപ്പിച്ച് കൊടുക്കണം. അത് അവർക്ക് എന്തോ ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആമി കുളിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അവർക്കും ഇതേപോലെ നന്നായിട്ട് എണ്ണ മസാജ് ചെയ്ത് തലയ്ക്ക് മസാജ് ചെയ്തിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റിലേക്ക്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഇന്ന് നമ്മളെ വന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുപോകണം. എവിടേക്കൊന്നുമില്ല, എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകണം. രാത്രി പ്രേതങ്ങളുണ്ടാവും അവിടെ. ഓക്കെ, കഴിഞ്ഞു. വിളിക്കാണ്ട് കൊണ്ട് പോണം. എനിക്കറിയാം അമ്മ പറയുന്ന ശരി. അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോലോ. അതെ, നിന്റെ അമ്മയാണല്ലോ. ഞാൻ പറഞ്ഞത് അയ്യടാ, ഞാൻ എനിക്കെന്താ ബുദ്ധിയില്ലേ പറഞ്ഞാൽ മനസ്സിലാവാന്. കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം പണികളൊക്കെ തീർക്കണം. പിന്നെ കൊണ്ടുപോകണം. പോയി പല്ല് തേച്ചിട്ട് കുളിക്ക് പോയിട്ട് പോ. എന്നിട്ട് ചായ കുടിക്കും. എന്നിട്ട് ഒരുങ്ങ്. നീ നോക്കിക്കോ. പോയി പല്ല് നമ്മൾ ഈ കാട്ടിലോട്ട് ഇന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതൊരു കുളമല്ല, കുളത്തിൽ കാണാൻ പോകുന്നു. ഇങ്ങോട്ടാണ് നമ്മൾ കാട്ടിലോട്ട്, ഈ കാട്ടിലോട്ട് നമ്മൾ പോകാൻ പോണത്. കുറച്ച് കഴിഞ്ഞിട്ട് കൊഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് പല്ല് വെച്ചിട്ട് ഒക്കെയാണ് പോണത്. ഇതാണ് നമ്മുടെ വീട്. വേറെ അനിയത്തിയും ചേച്ചി കൂടി നിർത്തല്ലാണ്. അതിങ്ങനെ കുറ്റേനല്ല ചെറുനാരങ്ങ. ഓമനെ പറിച്ചു കളയേച്ചി. പറിച്ചു കഴിഞ്ഞാൽ കൊറേ ഉണ്ടാവും. ആണോ? എന്താ ഞാൻ പറിച്ച് മടുത്ത്. ചെറുനാരങ്ങയാണ്. ഇവർക്ക് ചെറുതായി താരനുണ്ട് മസാജ് ചെയ്യാന്. ചെറുനാരങ്ങ. ചെറുനാരങ്ങ എന്നിട്ട് ഇങ്ങനെ എണ്ണ വെച്ചതിന്റെ ശേഷല്ലേ? എണ്ണ ചെറു ചൂടാക്കിയ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ചു. ഇവിടെ ഒന്ന് ശരിയാക്കൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് താരനുള്ളതൊക്കെ പോയി കിട്ടും. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം നമ്മൾ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട്. പക്ഷെ ഇവക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് അധികം നേരം വെക്കാനും പറ്റത്തില്ല. എല്ലാ ചേച്ചി നേരത്തെ പപ്പടം ഉണ്ടാക്കിയില്ലേ? ഇല്ല, ഞാൻ ഓഫാക്കിച്ച്. ഓഫാക്കി. അതെന്തോ പക്ഷെ അതിനകത്ത് 6 പപ്പടം കിടപ്പുണ്ട്. പകുതി പപ്പടായിട്ട് ഇതിന്റെ വായിക്കുന്നത്. അത് നിങ്ങൾ കഴിച്ചു. എന്താണ് സ്റ്റാനില്ല? ഞാനില്ല. എന്ത് ഉണ്ടോ? എന്തൊരു ഇതിനകത്ത് ചെറുനാരങ്ങ, കാപ്പിപ്പൊടി, പിന്നെ ചെറിയ ഷാമ്പു. അതേതായാലും കുഴപ്പമില്ല. ചെറുനാരങ്ങ പൊടി കളിക്കണ്ട. ചെരിച്ച് കാണി അപ്പറേ കാണുന്നേ. ചെറുനാരങ്ങ ഇല്ലല്ലോ ഇതില്. അത് കുഴപ്പമില്ല. ഇതിനകത്ത് ചെറുനാരങ്ങ, കാപ്പിപ്പൊടി, പിന്നെ കുറച്ച് ഷാമ്പു. ഏത് ഷാമ്പു വരും കുഴപ്പമില്ല. ടാന് മാറാനായിട്ട് നമുക്ക് ഇട്ട് മസാജ് ചെയ്യാം. ഓക്കെ. പിന്നെ എല്ലാരും സുന്ദരി സുന്ദരി എന്ന് പറയണു വീട്ടിൽ. എന്റെ പേര് കോലം കണ്ടിട്ടുണ്ടെങ്കിലോ മനസ്സിലാക്കിയിരിക്കില്ല. ഞാൻ സുന്ദരിയല്ല ഗായ്സ്, ഓൺലി മേക്കപ്പ്. വലുതാവണ്ടോ? ഞങ്ങളുടെ തള്ളലല്ലേ? ഇല്ല. ചെറിയോ ഞാൻ റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ടാനൊക്കെ ഇളക്കി പോകും. സുഖമുണ്ടല്ലേ? സ്വഭാവം മാറി. പിന്നെ ശാന്തമാക്കാൻ ക്യാമറ ഓണാക്കിയാൽ മതി. നമ്മന്റെ പപ്പടം കാച്ചലാണ്. പപ്പടം കാച്ചൽ അതെന്താ കറുത്ത പൊടി? അതാ കറുത്ത പൊടി വെള്ളപ്പൊടി വരട്ടിയാല് ഈ പപ്പടത്തിന് രുചി ഉണ്ടാവും. പപ്പടത്തെ അരിയാൻ തുടങ്ങും. പൊടി കാച്ചി ഇതെന്തിനാ പപ്പടപ്പോ? പൊട്ടിട്ട് പൊട്ട്. ഞങ്ങൾ ചായ കുടിച്ചില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പുട്ടും കടലക്കറിയും പപ്പടവും. ഓ, കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂലേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡയറ്റിന്റെ വഴിക്ക് പോട്ടെ. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ച എൻ്റെ പൊന്നെ, സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. അപ്പം രാവിലത്തെ നല്ല അടിപൊളി പുട്ടും കടലക്കറിയും പപ്പടം വരുന്നത്, അത് എല്ലാം കൂടി അങ്ങ് കൂട്ടി കഴിച്ചൊരു പിടി പിടിച്ച. ഉച്ചയ്ക്ക് നമ്മൾക്ക് ഇന്ന് എന്താ കോരയാണ്. ഇവിടെ കോര, കിളിമീൻ അല്ലേ? കിളിമീൻ അല്ല അതിന് പറയാ. കിളിമീൻ നന്നാക്കുന്ന ചേച്ചി. കുറുവാരി ഉച്ചച്ചോറ് റെഡി. കഴിഞ്ഞോ ചേച്ചിയെ? മീൻ നന്നാക്കൽ കഴിഞ്ഞോ? ഇങ്ങോട്ട് എവിടുന്നാണ് ഈ വെള്ളം വീണത്? നീ നോക്ക്. ഒരു പാട്ട് പഠിത്തരോ? എന്നാണ് ഞാൻ ഒരു പാട്ട് പഠിപ്പിച്ചതല്ലേ? കണ്ട നേരം കൊണ്ടലായി. അത് പാട് വാ. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരി നിന്നെ കൺപാർക്കുവാൻ കണ്ണനേ കരിമുകിലമ്പരനേ മധുരാമൃത മുരളീരവ നീലാംബുജനയനമേ കണ്ണനേ നമ്മളെ വൈകുന്നേരത്തിനുള്ള ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. വേണ്ട ചായ റെഡി. വൈകുന്നേരത്തിനുള്ള ചായക്കുള്ള പഞ്ചസാര ഇടുന്ന അമ്മ. അയ്യോ, നീ പട്ടിക്കുള്ള പഞ്ചസാര അമ്മ ഇട്ട് കഴിഞ്ഞ്. സ്ട്രോങ് ചായ ആണമ്മ? മീഡിയം.
എല്ലാം വേറെ വേറെ ക്ലാസ് ആണല്ലോ. അതിന്റെ ആട്ടായി പറ്റില്ല. പുറത്തു പോവാണ്, പുറത്തു പോയി ചായ കുടിക്കാണ്. ഇന്ന് പുറത്തു പോയിട്ടാ ചായ കുടിക്കണ. പുറത്തു പോയിട്ട് നിങ്ങൾ റെഡി ആയോ? പുറത്തു പോയി ചായ കുടിക്കാം നമുക്ക്. പുറത്ത് പോയിട്ട് ചായ കുടിക്കാം, വാ. പുറത്ത് പോയി ചായ കുടിക്കാം നമുക്ക്, വാ. നീ വരുന്നുണ്ടോ? ഞങ്ങളൊക്കെ പോവാണ്. പുറത്തു പോയി ചായ കുടിക്കാം നമുക്ക്. അമ്മേ, ആ വാലോർക്ക് ഇപ്പൊ വരും വണ്ടി, വേഗം. വെളിയിൽ പോയി നമുക്ക് കഴിക്കാന്ന്. കുറെ ആയി ഞങ്ങൾ ഇങ്ങനെ റിലാക്സ് ആയിട്ട് എല്ലാരും കൂടി വീട്ടിൽ ഒത്തുകൂടിയിട്ട് കേട്ടോ. കാരണം അങ്ങനെ പറ്റാറില്ല. ഇപ്പൊ ചേച്ചിയും കുട്ടികളാണെങ്കിലും അവർക്ക് സ്കൂളുണ്ടാവും കുട്ടികൾക്ക്, അപ്പൊ അങ്ങനെ വരാറില്ല. അപ്പൊ അവര് വെക്കേഷൻ വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ലീവും കിട്ടിയിട്ട് ഞാൻ നാട്ടിൽ പോവാറില്ല. അപ്പൊ അങ്ങനെ ഇപ്രാവശ്യം എങ്ങനെയൊക്കെയോ ഒത്തന്ന് എല്ലാരും കൂടിയും കൂടിയത്. പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ പുറത്ത് എവിടെയും പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ അങ്ങ് ചില്ലടിച്ച്, പിന്നെ വൈകിട്ട് പുറത്ത് അപ്പുറത്ത് കുറെ വീടിന്റെ ബാക്ക് സൈഡിലൊക്കെ കാടാണ്. അപ്പൊ അവിടെയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് ഇവരാണെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. കാരണം അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കാരണം നമുക്കിപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ട് നമുക്ക് ആ ആളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിലല്ലേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ബെൽ ഐക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യണമെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും വരും കേട്ടോ. അമ്മനെ തല നോക്കിയ അവര് വരട്ടെ. എന്തോ ഒരു കൂരുണ്ടോ നോക്കിയമ്മ. പിന്നെ ഈ ഒരു സുഖം ലോകത്ത് എവിടെയും കിട്ടാത്തൊരു സുഖാട്ടോ നമ്മൾ അമ്മേന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുക എന്നുള്ളത്. എത്ര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ അങ്ങ് മറന്നു. ഞാൻ പണ്ട് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓഫീസിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഞാൻ അമ്മനെ കാണാൻ വരും. ജസ്റ്റ് അമ്മനൊന്ന് കണ്ടൊന്ന് ഹഗ് ചെയ്താലോ ഇല്ലെങ്കിൽ അമ്മൻ്റെ അടുത്ത് ഇരുന്നാലോ മതി, ആ ടെൻഷനൊക്കെ പോവും. എന്താണത്? അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യും, എല്ലാം റെക്കോർഡ് ചെയ്യും. എനിക്ക് ഷൂസ് വേണേ, മൈ ഷൂ. അതെവിടെ? അച്ചു അമ്മന്റെ ഷൂ എവിടെ ആയോ? എവിടേക്കാ കൊണ്ടെവിടെ? ഇത് തിന്നാനാണ് ഈ കാട്ടിലോട്ട് ഇതായില്ലിടാൻ പറഞ്ഞാൽ കാട്ടിലോട്ട് പോയി എന്റെ കയ്യിൽ തന്നിട്ട് കാട്ടിലോട്ട് പോ. എന്താ ചേച്ചി? സച്ചിട്ട് ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, നീ വാ. എന്നാ അനാഥയായി കിടക്കുന്നു. ഇങ്ങനെ പേടിപ്പിക്കുന്നു. 100 90 മേടിക്കും. ഹെൽത്തി എന്നെ ലഭിച്ചു പോയാ ഒരു പൂ പോലും ഇല്ല.
இங்கே இருக்கு. പറഞ്ഞ കേട്ടല്ലോ നീ അല്ലേ? ട്രെയിനർ എന്നോട് പറഞ്ഞു ആ ഐസ്ക്രീമും തിന്നരുത്, ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, പേസ്ട്രിയും തിന്നരുത്. കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്നില്ല, വെറുതെ ടേസ്റ്റ് നോക്കിയതാ. അത് ശരി. കൊഞ്ചോ രസമൊന്നുമില്ല. പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷത്തിന് ഞാനും അങ്ങോട്ട് കഴിച്ചെന്നുള്ളൂ. ഓ ഡയറ്റാ. ശരി. തുള്ളി വെള്ളമില്ല ഇന്ന് കൈ കഴുകാൻ. ഹായ്. എവിടെ പോണു? എവിടെ പോണു? കാട്ടിലോട്ടാണോ? കാട്ടിലോട്ടാണോ? പാമ്പുണ്ടാവേ, ഇളകി വരുവേ. വാ രുദ്ര, ഇറങ്ങി വാ, ഇറങ്ങി വാ. അവള് പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്തുവാ? എവിടെ പോവാ? കാടോ തൊടിയോ? അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. അടുത്ത ഞങ്ങള് കാട്ടില് അല്ലെങ്കിൽ തൊടി ടൂറാണ്. അതായത് ഞങ്ങളെ വീടിന്റെ ബാക്കിലുള്ള കാട്ടിക്ക് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു പിക്നിക് പോലെ പോവുകയാണ്. ഞങ്ങളും ആദ്യമായിട്ടാണ് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോണത്. അപ്പൊ ആ